നമ്മളെങ്ങോട്ടാ? നമ്മള് ശരിക്കും ഷോപ്പിൽ ഇരിക്കുകയായിരുന്നു. ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു വന്നപ്പോഴത്തേക്കും ഒരു പുതിയ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡ് കൊണ്ടുപോകുന്നുണ്ട്. സ്ഥലം എന്താവുന്നൊന്നും അറിയത്തില്ല. സർപ്രൈസ് ആണെന്നാ പറഞ്ഞിരിക്കണം അല്ലേ? അതെ. എന്താ ഷിയാസിനോട് എന്താ പറഞ്ഞ? സർപ്രൈസ് ആണ്, നമ്മൾ ഇതുവരെ കഴിക്കാത്ത ഫുഡാന്ന് പറഞ്ഞു. ഭയങ്കര അല്ലേ? അതെ. അപ്പൊ നമുക്ക് നോക്കാം സർപ്രൈസ് സ്ഥലം ഏതാണെന്നുള്ളത്. പോണ വഴിക്ക് നമ്മൾ എന്തൊക്കെ കാണുന്നുണ്ട് അത് കാണിച്ചിട്ട് പോവാം അല്ലേ? നമ്മളിപ്പോ ആലപ്പുഴയിൽ നിന്ന് ടേൺ ചെയ്ത് AC റോഡ് അല്ലേ, ചങ്ങനാശ്ശേരി. ആ, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് പറഞ്ഞു കൊടുക്കാമല്ലോ അല്ലെ, എങ്ങനെയാണ് ഈ വഴി കോട്ടയം ടു വരുന്ന ആളുകൾക്കൊക്കെ വരാൻ അല്ലേ? ഒന്ന് പറഞ്ഞ കുട്ടികളെ നിങ്ങള്. നമുക്ക് ചങ്ങനാശ്ശേരി ഏരിയ വരുന്ന കസ്റ്റമറിന് AC റോഡ് കയറി നമ്മുടെ ആലപ്പുഴ ഷോപ്പിൽ വരാൻ സുഖമാണ്. ഇതിപ്പോ നമ്മൾ AC റോഡ് വഴിയാ പോയിട്ടിരിക്കണേ. ഭയങ്കര രസമാട്ടോ, കാരണം പാടമൊക്കെ കണ്ട് അല്ലേ. നമുക്ക് ആലപ്പുഴയിലുള്ളവരൊക്കെ ഇത് ജസ്റ്റ് വേറൊരു ആംബിയൻസ്, വേറൊരു മൂഡായി റോഡിൽ കൂടി പോകുമ്പോ. പിന്നെ ഇതിന് AC റോഡ് എന്നാ പറയണം. മുമ്പ് ഈ റോഡിൽ കൂടെ ആയിരുന്നു എല്ലാവരും വന്നുകൊണ്ടിരുന്നിരുന്നത്. പിന്നെ ഇടയ്ക്ക് വെച്ച് റോഡിന്റെ വർക്കൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ആളുകള് പിന്നെ നിർത്തി അല്ലെ, അവിടെ നിന്നുള്ള ആളുകൾക്ക് വരാൻ ബുദ്ധിമുട്ടായി. മുമ്പ് ഞാനിപ്പോഴും ഓർക്കും അല്ലെ ഷിയാസ്, നമ്മുടെ ഇഹ തുടങ്ങിയ സമയത്ത് നമുക്ക് ആദ്യത്തെ ബ്രൈഡ് എവിടെ നിന്നായിരുന്നു? തിരുവല്ലായിന്നായിരുന്നു. അത് ഇഹയുടെ സാരി തുടങ്ങിയിട്ട് നമ്മള് ഫസ്റ്റ് ഡേ തന്നെ ആദ്യം വന്നത് ഒരു ബ്രൈഡ് ആയിരുന്നു. അപ്പം ഞാനിങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കണേ, വരുമോ ഇത്? നമ്മൾ ഈ സാരിയിൽ തുടങ്ങിയിട്ട് നമുക്ക് ഭയങ്കര പരീക്ഷണം പോലെയല്ലേ തുടങ്ങിയത്. അപ്പൊ ആദ്യത്തെ ബ്രൈഡ് ജീന എന്നായിരുന്നു ആ ബ്രൈഡിന് വരുന്നത്. ഓർക്കുന്നുണ്ട്, സ്റ്റിൽ ഇപ്പോഴും വരുന്നുണ്ട്. ജീന ആയിരുന്നു. അതായത് നമ്മള് ഒരു മാർക്കറ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് തിരുവല്ലേന്നാ വന്നത്. അത് അപ്പോൾ നമ്മുടെ ഭയങ്കര ഫ്ലോ ആയിരുന്നു ആ സമയത്ത്. കോട്ടയത്തു നിന്നും തിരുവല്ലേന്നും ചങ്ങനാശ്ശേരിയിൽ നിന്നും നമുക്ക് ഇഷ്ടം പോലെ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ക്ലൈൻസ് ആയിരുന്നു അല്ലേ കൂടുതൽ. ബിക്കോസ് നമ്മുടെ സാരികൾക്ക് നല്ല ഒരു സോബർ സട്ടിൽ ലുക്ക് ആയതുകൊണ്ട് ക്രിസ്ത്യൻ കസ്റ്റമേഴ്സ് ഒത്തിരി വരുമായിരുന്നേ. അപ്പോൾ ഇത് കണ്ടോ, വ്യൂ കണ്ടോ കേട്ടോ, നല്ല രസമില്ലേ കാണാൻ, ഹൗസ് ബോട്ട്സും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ പിന്നെ ഈ റോഡിന്റെ വർക്ക് അങ്ങ് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും കോട്ടയം, ചങ്ങനാശ്ശേരി, തിരുവല്ല വർക്ക് വരുന്ന ആളുകൾക്ക് വരാൻ ഒരു ബുദ്ധിമുട്ടായി ഇല്ലേ? പക്ഷെ ഇപ്പൊ റോഡൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. വലിയ ട്രാഫിക് ജാമിലൊന്നും പെടാതെ നിങ്ങൾക്ക് വരാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് നല്ല ഫുഡാണെങ്കിൽ ഞാൻ അവിടത്തേക്കും കാണിച്ചു തരാം. പിന്നെ നമ്മളുടെ ചങ്ങനാശ്ശേരി, തിരുവല്ല, കോട്ടയം കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് ആലപ്പുഴയിലേക്ക് വരാൻ ഭയങ്കര എളുപ്പമാണ്. ഇപ്പോൾ MC റോഡ് വലിയ ട്രാഫിക് ഒന്നും ഇല്ല, സോറി AC റോഡ് വലിയ ട്രാഫിക് ഒന്നും ഇല്ലാണ്ട് ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളിപ്പോ അപ്പു മോനാ വണ്ടി ഓടിക്കുന്നത് അങ്ങനെ. അപ്പം ഇനി ഫുഡ് ഇങ്ങനെ പോയിട്ടിരിക്കുകയാണ്. സോ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾക്ക് കോട്ടയം, ചങ്ങനാശ്ശേരി, പാല അവിടെ നിന്നൊക്കെ ഒരുപാട് കസ്റ്റമേഴ്സ് ഭയങ്കര സപ്പോർട്ടാണ്. സോ ഇനി നിങ്ങൾ ഒരുപാട് ചുറ്റിയൊന്നും വരണ്ട. ഈ AC റോഡ് ഇപ്പം നല്ല വലിയ ട്രാഫിക് ജാമൊന്നും ഇല്ലാതെ വരാൻ പറ്റും. ബാക്കി ഡീറ്റെയിൽസ് പോണ വഴി പറഞ്ഞുതരാം കേട്ടോ. വേണം, ഞാൻ ഇപ്പോഴും അത് തന്നെയാണ് കേട്ടുന്ന. ഇതേ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്ന സർപ്രൈസ് ആയിട്ട് കൊണ്ടുവന്ന റെസ്റ്റോറൻറ്റിന്റെ പേരെന്തായിരുന്നു? സ്ഥലം ഏതാ? കിടങ്ങറ. ഷിയാസ് കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ്. ഷിയാസ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ഷിയാസ് പഠിച്ചൊക്കെ ഇവിടെയാണ് അല്ലേ? ഇവിടെ വന്നപ്പോ ഷിയാസ് മറ്റേ ഭയങ്കര നൊസ്റ്റാൾജി അടിച്ചിരിക്കുന്നത്. പറഞ്ഞു കൊടുക്കുക. നമ്മൾ സ്ഥിരം ട്രാവൽ ചെയ്തോണ്ടിരുന്ന സ്ഥലമല്ലേ, കിടങ്ങറ കേട്ടോ. കിടങ്ങറയെ പാലം കേറിയിട്ട് ഒരു റൈറ്റ് ഒരു വഴി. നല്ല രസം കേട്ടോ. ഇതിന്റെ ഫ്രണ്ട് പോർഷനിൽ തന്നെ ഇതേപോലെ പാടമൊക്കെയാ സംഭവം. കൊള്ളാം കേട്ടോ. ഇനി ഫുഡ് എന്താവുന്നൊന്നും എനിക്ക് അറിയത്തില്ല. ബട്ട് ആംബിയൻസ് അല്ലേ, പാടത്തിന്റെ നടുക്ക് ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ്. നോക്കട്ടെ ഫുഡിന് എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ അകത്തോട്ട് കയറി വരുമ്പം ഓരോരുത്തർക്കും ഓരോ അല്ലേ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഓരോ ഹട്ടുണ്ട് ഇവിടെ. അതായത് അപ്പൊ നമുക്ക് കുറച്ചുകൂടി പ്രൈവസി നന്നാവുമെന്ന് തോന്നുന്നു അല്ലേ. ഫുഡ് ഭയങ്കര നാടൻ ഫുഡാണെന്നാണ് പറയുന്നത്, അറിയത്തില്ല. എന്തായാലും ഒരു ഡിഫറെൻ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. ഇനി ഫുഡ് രസം ഉണ്ടെങ്കിൽ ഒന്നുകൂടി പറഞ്ഞുതരാം. കരിമീനോട് സെൽഫി ഇങ്ങനെയാട്ടോ വന്നത്. എന്തൊക്കെയാണ് ഇതെന്ന് പറയാ? എന്തൊക്കെയാണോ? കാച്ചില്, പിന്നെ ഇതെന്താ? ചേമ്പ്. പിന്നെ എന്തോ മുളകരച്ച എന്തോ അറിയണം. കപ്പ. അയ്യോ നല്ല ടേസ്റ്റ്, നന്നായിട്ടുണ്ട്. ഭയങ്കര രസമായിട്ടുണ്ട്. ആലപ്പുഴയിലുള്ളവരും ആലപ്പുഴയിൽ നല്ല ഫിഷ് കിട്ടുമെന്ന് എക്സ്പെക്ട് ചെയ്ത് വന്നവർക്ക് ആലപ്പുഴ ടൗണിലൊന്നും മേ ബി ചാൻസസ് കുറവാണ്.
സോ ഇതും നന്നായി അടിച്ച് കിടങ്ങറല്ലേ. മീൽസിൻ്റെനകത്ത് കുറേ ഉണ്ട് കേട്ടോ. ചോറിൻ്റെ കൂടെ ക്യാബേജ്, അവിയൽ, ഇതെന്തോ പച്ചടിയാണെന്ന് തോന്നുന്നു, ഫിഷ് കറി, ചിക്കൻ കറി, പിക്കിള്, പിന്നെ നമ്മൾ തല പറഞ്ഞിട്ടുണ്ട്, മീനിൻ്റെ തല, അത് വരും, നമുക്ക് കാണാം. തലക്കറി വന്നിട്ടുണ്ട്. വലിയ തലയുണ്ടല്ലോ, നല്ല നല്ല വലുതായതുകൊണ്ട് നല്ല ഫ്ലഷി ആയിട്ടുള്ള മുളകരച്ച് നല്ല വെച്ചിരിക്കണം. സ്മെല്ലിങ്ങനെ കേട്ടിട്ട് കൊതിയായിട്ട് പാടില്ല, ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. ഇനി ബാക്കി ഒന്നുകൂടി കഴിച്ചിട്ട് പറയാം. കരിമീൻ ഇവിടെ തന്നെ പിടിക്കാനാണ് കേട്ടോ. ഇവിടെ തന്നെ ഈ ആറ്റിൽ നിന്ന് പിടിക്കണം. ഇവരുടെ അടുത്ത് ആറ്റുണ്ട് അല്ലേ. കരിമീൻ കറിയാ. ഇതെന്ത് വരും? ഫ്രഷ് കരിമീൻ. അത് കാരിനെന്താ പറയുക വേറെ പേര്? കാരി. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് തിരിച്ച് പോകണം. അടിപൊളിയാണ്. ഭയങ്കര സന്തോഷം ഇറങ്ങിയപ്പോൾ പോസിറ്റീവ്. ബിക്കോസ് ഇവിടെ വന്നിട്ട് 2-3 കസ്റ്റമേഴ്സിനെ കാണാൻ പറ്റി. അതിൽ 2-3 NRI കസ്റ്റമേഴ്സ് അല്ലേടാ. എല്ലാവർക്കും ഭയങ്കര സന്തോഷം എന്നെ കണ്ടപ്പോൾ. ഇത്രയും അകത്തേക്കുള്ള ഒരു സ്ഥലത്ത് നമ്മൾ കസ്റ്റമറെ കാണാൻ പറ്റുമെന്ന് എക്സ്പെക്ട് ചെയ്തിട്ടേ ഇല്ല അല്ലേ. അപ്പൊ എവിടെ ചെന്നാലും മിഹയുടെ കസ്റ്റമേഴ്സിനെ കാണാൻ പറ്റും. ഭയങ്കര സന്തോഷമാണ് അത്. അപ്പോൾ ഈ ആംബിയൻസ് ഒക്കെ എൻജോയ് ചെയ്തിട്ട് ഒരു വീക്കെൻഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡേ സ്പെൻഡ് ചെയ്യണം നന്നാവുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ബൈ.